ഗുഡ് ഈവനിങ്. ടൺ കണക്കിന് ഫണ്ണും ടൺ കണക്കിന് ലവുമായി ലവ് FM 94.3 ഇത് ലവ് ബൈറ്റ്സ്. ഞാൻ റീഡു. ജൂൺ 1. എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലേക്ക് വരുന്നത്? മഴ, കൂടെ പഠിച്ച കളിക്കൂട്ടുകാരൻ, കളിക്കൂട്ടുകാരി, ഒരുമിച്ചൊപ്പിച്ച ഒരുപാട് രസങ്ങൾ, പിന്നെ ആദ്യ പ്രണയം. ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും തന്നെ ആദ്യ പ്രണയത്തിന് ഈ പഴക്കമില്ലേ? സ്കൂളിൽ വെച്ചിട്ടല്ലേ ആദ്യമായിട്ട് ഒരിഷ്ടം തോന്നുന്നത്. എന്തായാലും ഒന്നുണ്ട്, സ്കൂളിൽ പഠിക്കുമ്പോൾ പ്രണയത്തിന്റെ ഏറ്റവും വലിയൊരു പൂർത്തികാരനായിട്ട് തോന്നുന്നത് ഒരു ഉമ്മയാണ്. ഇങ്ങനെ ഒരു ഉമ്മ ചോദിച്ചതിനാ അഴകിയ രാവണനിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടായേ, ഓർക്കുന്നില്ലേ? എന്തായാലും ഇന്ന് കുറച്ച് സ്കൂൾ മെമ്മറീസ് ഞാൻ തിരിച്ചു കൊണ്ടുവരാൻ പോവാ. എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം കേട്ടോ 12 മണി വരെ. ആദ്യമായിട്ട് എന്നാ പ്രണയം തോന്നിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊന്ന് പുറകോട്ട് പോകണം. ഉറപ്പാണേ ആദ്യത്തെ പ്രണയം സ്കൂളിൽ വെച്ചിട്ടാണ് തോന്നിയേക്കുന്നത്. തുറന്ന് പറയുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ കാര്യമാണ്. സ്കൂളിൽ പഠിക്കുന്ന ഒരു സീനിയർ ചേട്ടനോട്, അല്ലെങ്കിൽ ഒരു ജൂനിയർ കുട്ടിയോട്, ഇല്ലെങ്കിൽ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന ഒരു സഹപാഠിയോട് ഇഷ്ടം തോന്നാത്ത ഒരാൾ പോലും നമ്മുടെ ഇടയിൽ കാണില്ല. ചിലപ്പോൾ മുടി പിന്നിട്ട് വന്നിരിക്കുന്ന ആ ഒരു പാവാടക്കാരെ കുട്ടിയായിരിക്കാം, അല്ലെങ്കിൽ മുടിയൊക്കെ ഇങ്ങനെ സ്പൈക്കൊക്കെ ചെയ്തിട്ട് ഭയങ്കര സ്റ്റൈലിൽ വരുന്ന ഒരു ആൺകുട്ടിയായിരിക്കാം. ഇതൊന്നും അല്ലെങ്കിൽ സ്ഥിരം കുസൃതിക്ക് പിടിക്കുന്ന ക്ലാസ്സിലെ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി, അല്ലെങ്കിൽ യൂത്ത് ഫെസ്റ്റിവൽസിനൊക്കെ കലാതിലകം, കലാപ്രതിഭ, ഇനി അതും അല്ലെങ്കിൽ സ്പോർട്സിന് സൂപ്പർ സ്റ്റാർ, ഇങ്ങനെ ആരും ആകാം. പക്ഷെ ഇവരിൽ ആരോടെങ്കിലുമൊക്കെ എന്നെങ്കിലുമൊക്കെ ഒരു കൊച്ചു പ്രണയം നമുക്ക് തോന്നിയിട്ടുണ്ട്. എന്നാ തുറന്നു പറയുമോ? അതിനുള്ള ധൈര്യം സ്കൂളിൽ വെച്ച് കാണത്തില്ല. ഇനി അഥവാ പറഞ്ഞവരൊക്കെ തന്നെ ടീച്ചറിന്റെ ചൂരൽ കഷായം അറിഞ്ഞിട്ടുണ്ട് ഇല്ലേ? ഞാൻ 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 10ാം ക്ലാസ്സിൽ ഒരു ചേട്ടനുണ്ടായിരുന്നു. പേര് റിനിൽ എന്നായിരുന്നു. എൻ്റെ സ്കൂളിലോട്ട് പോകാനായിട്ട് 2 വഴിയുണ്ട്. ഒന്നെങ്കിൽ 10th ചേട്ടന്മാരുടെ ജനലിന് മുന്നിൽ കൂടെ പോവാം, അല്ലെങ്കിൽ ഇവരൊന്നും കാണാതെ മാന്യമായിട്ട് സൈഡിലെ സ്റ്റേജിൽ കൂടെ കയറി പോവാം. ഞാൻ ഒരിക്കലും അങ്ങനെ പോകത്തില്ലായിരുന്നു. ഈ ജനലിന് പുറത്തോടി പോവും. അപ്പോൾ ഈ ചേട്ടൻ എന്നെ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഈ ചേട്ടനെ നോക്കുന്നുണ്ടായിരുന്നു. അതാണ് സ്കൂളിൽ വെച്ച് എനിക്ക് തോന്നിയ ആദ്യത്തെ പ്രണയം. പേരും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ധൈര്യമുണ്ടോ നിങ്ങൾ പ്രണയിച്ച ആ കുട്ടിയുടെ പേര് പറയാൻ? സ്കൂളിൽ വെച്ച് പ്രണയിച്ചേട്ടോ, തുറന്നു പറഞ്ഞതാകാം, പറയാത്തതാകാം. അത് പറയാൻ ധൈര്യമുണ്ടോ എന്നുള്ളതാ ഫേസ്ബുക്കിൽ ലവ് FM കോൺടെസ്റ്റ് പേജിൽ ഞാൻ റീനു ചോദിക്കുന്നത്. നിങ്ങൾ സ്കൂളിൽ പ്രണയിച്ച ആ കുട്ടിയുടെ പേര് പോസ്റ്റ് ചെയ്യാനുള്ള ധൈര്യമുണ്ടോ? എങ്കിൽ ഇപ്പോൾ പോസ്റ്റ് ചെയ്തോ. അത് വായിക്കാനായിട്ട് ലവ് FMലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു ഉണ്ട്, ലവ് FM കോൺടെസ്റ്റ് പേജിലും ഉണ്ട്. പ്രണയത്തിലെ എക്സൈറ്റ്മെന്റ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ്. അപ്പം നമ്മുടെ മനസ്സിൽ ഒത്തിരി കള്ളത്തരങ്ങളൊന്നും ഇല്ലല്ലോ. പക്ഷെ തുറന്നു പറഞ്ഞ് പ്രണയിക്കാനുള്ള ധൈര്യം പലർക്കും കാണത്തില്ല. പോട്ടെ, സ്കൂള് കഴിഞ്ഞു, ഇപ്പോഴെങ്കിലും മനസ്സിൽ തോന്നിയ ഇഷ്ടമെന്ന് തുറന്ന് പറഞ്ഞൂടെ? അങ്ങനെ പറയാനായിട്ട് ലവ് FMലെ ലവ് ബൈറ്റ്സി റീനുവിന്റെ കൂടെ ഒരാൾ വന്നിട്ടുണ്ട്. കേട്ടു നോക്കാം. Yes, I love a girl. Her name is Shishali. We were classmates till 12th. Then I went to some other place for study. Then I again met in contact, but I was attracted to her. Then later on we came again in contact. I still love, means that time also I loved her and now also I love her. But till it I didn't propose to her. I don't know her feelings, what she feels for me, but I want she also to love me. Shifali, I love you. I love you a lot. 56070 ഒരു മെസ്സേജ് അയക്കുക. ലവ് FM സ്പേസ് നിങ്ങളുടെ പേര് എന്ന ഫോമാറ്റിൽ. അങ്ങനെ ചെയ്താലേ ഞാൻ നിങ്ങളെ തിരിച്ചു വിളിക്കും. നിങ്ങൾക്കും പ്രപ്പോസ് ചെയ്യാം.